ഉയർന്ന ചൂടിൽ പടർന്ന തീ എണ്ണപ്പന മരങ്ങളെ ഒന്നാകെ വിഴുങ്ങി. 1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള എണ്ണപ്പനകളും തൈകളും വലിയ മരങ്ങളും അഗ്നിക്കിരയായി. അതിശക്തമായ കാറ്റ് തീ കൂടുതൽ പടരാൻ കാരണമായി. കാറ്റ് കൂടുതലായിരുന്നു. കാലാവസ്ഥ തന്നെ അറിയാമല്ലോ, അമിതമായി ചൂടുള്ള സമയമാണ്. ഇപ്പോൾ 2-3 ദിവസമായി വളരെ കഠിനമായ ചൂടാണ്. അതിൻ്റെ ഇടയിൽ പറ്റിയതാണ്. സമീപത്ത് കൂട്ടിയിട്ടിരുന്ന ഉണങ്ങിയ പനയോലകളിലാണ് ആദ്യം തീ പിടിച്ചത്. നിമിഷ നേരം കൊണ്ട് അത് അഗ്നിഗോളമായി മാറി. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തി. റോഡില്ലാത്ത പ്രദേശമായതിനാൽ ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് തോട്ടത്തിലേക്ക് എത്തിച്ചേരാൻ കാലതാമസമുണ്ടായി. അങ്ങോട്ട് നമുക്ക് കടന്നു ചെല്ലാൻ വഴിയില്ലാത്തതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. അതാണ് തീ ഇത്രയും നീണ്ടുപോയത്. ഇതിൻ്റെ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് ഇപ്പോൾ ഏകദേശം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഈ പൂർണ്ണമായിട്ടും നമ്മൾ തീ അണയ്ക്കുന്നവരെ ഇവിടെ ഫയർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. തോട്ടം തൊഴിലാളികളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത്. ആരോ മനഃപൂർവ്വം തീയിട്ടാണെന്നാണ് നാട്ടുകാരുടെ സംശയം. എങ്ങനെ വന്നതെന്ന് അറിയത്തില്ല. കത്തിച്ചായിരുന്നു, പക്ഷേ ഭയങ്കര നഷ്ടമായിപ്പോയി. കാരണം ഞങ്ങളെപ്പോലെ കുറേ ആൾക്കാരുടെ അത്താണിയാണിത്. പക്ഷേ അവരത് മനഃപൂർവ്വം കത്തിച്ച് കണ്ടെത്തി അവരെ രക്ഷിക്കണമെന്നാണ് ഈ തൊഴിലാളി ഞങ്ങൾ പറയാറുള്ളത്. കഴിഞ്ഞ വർഷവും പ്രദേശത്ത് സമാനമായ രീതിയിൽ തീപിടുത്തമുണ്ടായി. 5 ഹെക്ടറിലധികം എണ്ണപ്പനകളെ അന്ന് അഗ്നി വിഴുങ്ങി. തീപിടുത്തത്തിനുള്ള കാരണം ഫയർഫോഴ്സ് അന്വേഷിക്കും. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.